പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്ന കിടങ്ങന്നൂർ SVGVHSലെ തീർത്ത എന്ന കൊച്ചുമിടുക്കിയാണ് കലയോടുള്ള അഭിനിവേശം മൂലം സിലബസ് തന്നെ മാറി സംസ്ഥാന കലോത്സവത്തിൽ പങ്കാളിയാകാൻ തൃശ്ശൂരിലെത്തിയത്. കേരള നടനവും കഥകളിയുമാണ് സംസ്ഥാന കലോത്സവ വേദിയിലെ തീർത്തയുടെ മത്സര ഇനങ്ങൾ. ഭരതനാട്യത്തിലും കഴിവ് തെളിയിച്ച തീർത്തയ്ക്ക് ഇത്തവണ പക്ഷേ ജില്ലാ കലോത്സവത്തിൽ വിജയിക്കാനായില്ല. പ്രശസ്ത നർത്തകി മഞ്ജു ഭാർഗവിയുടെ ശിഷ്യനായ ദീപക് നായരുടെ ശിഷ്യയാണ് തീർത്തയെന്ന കലാകാരി. കലാമണ്ഡലം ആതിര പ്രകാശാണ് തീർത്തയുടെ നൃത്ത അധ്യാപിക. തീർത്തയുടെ അനുജത്തി 8ൽ പഠിക്കുന്ന അർത്തയും കുച്ചിപ്പുടി ഭരതനാട്യം നർത്തകിയാണ്. കഴിഞ്ഞ 10 വർഷമായി പരിശീലന രംഗത്ത് സജീവമായി ഉണ്ടെന്നും തീർത്ത മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്നും പരിശീലകനായ ദീപക് നായരും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനാണ് CBSEയിൽ നിന്ന് മാറിയതെന്ന് വിജയപ്രതീക്ഷയോടെ 1 വർഷമായി എറണാകുളത്ത് പരിശീലനം നടത്തി വരുന്നതായി തീർത്തയും പറയുന്നു. തീർത്തയെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി. അദ്ദേഹം ആദ്യം CBSEയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കേരളത്തിലേക്ക് ഞങ്ങൾ മാറ്റിയതാണ്. കലയ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ടാണ് മാറ്റിയത്. പങ്കെടുത്ത ഇനം കേരള നടനം, കഥകളി, അതുപോലെ മോഹിനിയാട്ടം. ജില്ലയിലെ കേരള നടനത്തിനും കഥകളിക്കും ഫസ്റ്റ് വന്നു. മോഹിനിയാട്ടം സെക്കൻഡ് ഗ്രേഡാണ് വന്നത്. അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 ഐറ്റം ഉള്ളതുകൊണ്ട് തള്ളിപ്പോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, കളിച്ചു വന്നു. ഞങ്ങൾ കുറച്ച് ട്രാഫിക് ഇഷ്യൂസിൽ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി, ചെറിയ ടെൻഷനായിരുന്നു. എങ്കിൽ പോലും അവൾ ഫസ്റ്റ് ക്ലസ്റ്ററിലാണ് കളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി മുന്നോട്ട് ഈ ഒരു വേദി അനുഗ്രഹമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് എത്തുന്നത്. പ്രാക്ടീസൊക്കെ കേരള ഞാൻ എറണാകുളത്ത് പോയാണ് പഠിക്കുന്നത്. ഓരോ ആഴ്ച നമ്മൾ പോകണം, ട്രാവൽ ചെയ്താണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പം ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇഷ്യൂ ആയിരുന്നു. ട്രാഫിക്കിൻ്റെ പ്രശ്നം കാരണം നമുക്ക് വരാൻ കുറച്ച് ഡിലേ ആയിപ്പോയായിരുന്നു. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നന്നായി ചെയ്തു. ടെൻഷൻ ഉണ്ടാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും ഇവിടെ നന്നായി തന്നെ ചെയ്തു. ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു ചെറിയ പരിഭ്രമമൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ നന്നായിട്ട് തന്നെ ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.